നിങ്ങൾക്കേവർക്കും കൗൺസിലിംഗ് ടോക്കിലേക്ക് സ്വാഗതം. ബൈബിളിലെ രസകരമായ വാക്യങ്ങളിലൊന്നാണ് തൻ്റെ പ്രിയനോ അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു. എന്നാൽ മലയാള തർജ്ജിമയിൽ രണ്ട് രീതിയിൽ പറയാറുണ്ട്. തൻ്റെ പ്രിയനോ അവൻ ഉറക്കം കൊടുക്കുന്നു എന്നും പറയാറുണ്ട്. നമുക്ക് ഉറക്കത്തിൽ കൊടുക്കുന്നു എന്നതിനെ അർത്ഥമാക്കാം. അവിടെ പറയുന്നൊരു കാര്യം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉറക്കത്തിൽ ലഭ്യമാകുമെന്നാണ്. അതുമായി ബന്ധപ്പെട്ട രസകരമായ ചില ചിന്തകളാണ് ഇന്ന് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുക. ഉറക്കത്തിൽ പഠിക്കുന്നത് എങ്ങനെ? സാധാരണ നമുക്കറിയാം, നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ പഠിക്കാറുണ്ട്, പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്, പഠനം നടത്താറുണ്ട്. എന്നാൽ ഉറക്കത്തിൽ പഠിക്കാൻ സാധിക്കുമോ? പഠനങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും ഉറക്കത്തിലും പഠിക്കുവാൻ സാധിക്കും. അതിനെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, എന്താണ് ഉറക്കത്തിലുള്ള പഠിത്തം? സാധാരണയായിട്ട് പുതിയ കാര്യങ്ങളെ ഉറക്കത്തിൽ പഠിക്കാൻ സാധിക്കില്ല. ചില കാര്യങ്ങളെ മനസ്സിൽ ഉറപ്പിക്കാനും ചില കാര്യങ്ങളെ മനസ്സിൽ കൊണ്ടുവരുവാനും ഉറക്കത്തിലുള്ള പഠനം സഹായിക്കും. ഏതെങ്കിലും ടേപ്പ് വെച്ചോ അതുപോലുള്ള ഏതെങ്കിലും ഡിവൈസ് വെച്ചോ നിങ്ങൾ ഉറക്കത്തിൽ പഠിക്കേണ്ടുന്ന കാര്യങ്ങൾ കേൾപ്പിച്ചു കൊണ്ടിരുന്നാൽ അയാളുടെ ഓർമ്മയിലേക്ക് അത് കയറും എന്നതാണ് ഉറക്കത്തിൽ പഠിത്തം എന്നതിൻ്റെ അടിസ്ഥാന തത്വം. രണ്ട് രീതിയാണ് ഇതിനെ അനുവർത്തിക്കുക. രണ്ട് കാര്യമാണ് പ്രധാനമായും പഠിക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭാഷയാണ്. പുതിയ ഭാഷ നിങ്ങൾ പഠിക്കുന്നെങ്കിൽ, ഇപ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവരും മലയാളികളായിരിക്കുമല്ലോ. ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കണം, അല്ലെങ്കിൽ ജർമ്മൻ പഠിക്കണം, അല്ലെങ്കിൽ ഫ്രഞ്ച് പഠിക്കണം, ലാറ്റിൻ പഠിക്കണം. അങ്ങനെ എന്തെങ്കിലും ഭാഷ പഠിക്കണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ വാക്കുകൾ, വൊക്കാബുലറി, അതുപോലെ തന്നെ വാക്യഘടനകൾ, ഗ്രാമർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏതെങ്കിലും ഡിവൈസിൽ തുടർച്ചയായി കേട്ടുകൊണ്ടിരുന്നാൽ അത് നിങ്ങളുടെ പഠന പ്രക്രിയയെ കൂടുതൽ സഹായിക്കും എന്ന് പറയാറ്. ഉദാഹരണത്തിന്, ഞാൻ ജർമ്മൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് വളരെ കുറച്ച് സമയം മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഒരു ടെക്നിക്കാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇത് ഒരു വളരെ രസകരമായ രീതിയാണ് ഭാഷ പഠിക്കാനായിട്ട് ഉപയോഗിക്കാം. രണ്ടാമത്തേതെന്ന് പറയുന്നത് സംഗീതമാണ്. നിങ്ങൾ സംഗീതത്തിന് അടിസ്ഥാന തത്വങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് പഠിച്ച് ഉറപ്പിക്കുവാനായിട്ട് സാധകം ചെയ്യുമെന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ പഠിച്ച് ഉറപ്പിക്കുവാനായിട്ട്, ഉറക്കത്തിൽ പഠിക്കുവാനായിട്ട് സംഗീതം, രണ്ടാമത്തെ വിഷയം സംഗീതമാണ്, സാധിക്കും. പക്ഷേ ഇതിന് ചില പരിമിതികളുണ്ട്. ഒന്നാമത്തെ പരിമിതി എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പുതിയതായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കില്ല. ആദ്യം തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനോ അതിന് മനസ്സിൽ ഉറപ്പിക്കാനോ മാത്രമേ ഈ ഉറക്കത്തിലെ പഠിത്തം കൊണ്ട് സാധിക്കുകയുള്ളൂ. വേറൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഈ ഉറക്കത്തിലെ പഠിത്തം നമ്മൾ ചെയ്യുന്ന സമയത്ത് ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന രീതിയാണ് ഇതിൽ അനുവർത്തിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മുറിയിൽ നിങ്ങളല്ലാതെ മറ്റൊരാൾ കൂടെ ഉറങ്ങുന്നതിൽ ഒരിക്കലും ഇത് ചെയ്യരുത്. കാരണം അയാളുടെ ഉറക്കത്തിനെ ഇത് പ്രതികൂലമായി ബാധിക്കും. രണ്ടാമത്, നിങ്ങളും 1 മണിക്കൂറിൽ കൂടുതൽ ചെയ്യരുത്. 1 മണിക്കൂർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം കിടക്കാനായിട്ട്. കാരണം അതിൽ കൂടുതൽ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉറക്കത്തിനെ സാരമായി ബാധിക്കും. നിങ്ങൾ എന്ത് ഉദ്ദേശത്തിനാണോ ചെയ്യുന്നത്, കാരണം നിങ്ങളുടെ ഉദ്ദേശം പഠിക്കുക എന്നുള്ളതാണ്, അതിന് നേർ വിപരീതമായ കാര്യമായിരിക്കും സംഭവിക്കുന്നത്. നിങ്ങളുടെ ഉറക്കത്തിനെ അത് തടസ്സപ്പെടുത്തും. അത് നിങ്ങളുടെ മൊത്തത്തിലുള്ള പഠനത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 1 മണിക്കൂർ മാക്സിമം, കുറേ സമയം എത്രയാണെങ്കിലും മാക്സിമം 1 മണിക്കൂർ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. മാത്രമല്ല, വേറൊരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇത് തുടർച്ചയായിട്ടുള്ള ദിവസങ്ങൾ ചെയ്യരുത്. കുറച്ച് ദിവസം ചെയ്തതിന് ശേഷം ഇടയ്ക്കൊരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വീണ്ടും പോയി നിങ്ങൾക്ക് ഇത് ആവർത്തിക്കാവുന്നതാണ്. ഇത് പഠനത്തിൻ്റെ ഒരു പുതിയ രീതിയാണ്. ചിലർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. തൻ്റെ പ്രിയന് ഉറക്കത്തിൽ കൊടുക്കുന്നു എന്ന് പറയുന്നത് വെറുതെയല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം അങ്ങനെയും നമുക്ക് ലഭ്യമാകുവാൻ സാധിക്കും. അപ്പോൾ ഈ ചിന്ത നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക. മറ്റൊരു നല്ലൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.